മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്തണച്ച് നാട്. അവണിശ്ശേരി പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം രൂപ കൈമാറി. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വ്യാഴാഴ്ച തൃപ്രയാറിൽ തുടക്കമാകും. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുകയാണ് മതിലകം ചെമ്പൈപ്പാടത്തെ 30ഓളം കുടുംബങ്ങൾ. നവകേരള സദസ്സിൽ വരെ പരാതി നൽകിയിട്ടും ദുരിതക്കയത്തിൽ നിന്ന് ഇതുവരെയും മോചനമായില്ലെന്ന് പരാതി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവണിശ്ശേരി പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകാൻ തീരുമാനം. ചൊവ്വാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. തനത് ഫണ്ടിൽ നിന്നും തുക കൈമാറുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം രൂപ കൈമാറി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ചെക്ക് ഏറ്റുവാങ്ങി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ചെക്ക് ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS സലീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MK ഫൽഗുനൻ, ശോഭന ശരംധരൻ, KA കരീം, മിനി ഷാജി, ഹഫ്സ ഉഫൂർ, VS ജിനേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ്, ജോയിന്റ് BDO KK സനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നമ്മൾ പലതിന്റെയും പേരിൽ കലഹിക്കുന്ന ആളുകളാണ് അല്ലെ, പല അർത്ഥത്തിലും കലഹിക്കുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലുൾപ്പെടെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അല്ലെ, അതിർത്തി പ്രശ്നം ഉണ്ടാവുന്നതാണ് അല്ലെ, പല തരത്തിലുള്ള മതപരമായ വിഷയങ്ങളുള്ളതാണ്. പക്ഷെ അന്ന് ഞാൻ അവിടെ കണ്ട സർവമത പ്രാർത്ഥനയാണ്. എല്ലാവർക്കും ആരെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പൊ ഓരോരുത്തരുടെ രീതിയിലാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് അത് ചെയ്യാൻ ഒരാൾക്കൊരു ബുദ്ധിമുട്ടില്ല. വളരെ കൃത്യമായി അത്തരം കാര്യങ്ങൾ പോവുകയാണ്. ഈ ദുരന്തം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഒന്ന്, നമുക്ക് പ്രകൃതി സൗഹൃദമായിട്ടുള്ള വികസനത്തിലെ സാധ്യതയുള്ളൂ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ കാര്യങ്ങളും വേണം അല്ലെ, വേണമെന്ന് പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്ന് വളം എന്ന് സാധാരണക്കാർ പറയൂലേ. അവിടെ മല പോയാൽ ഇവിടെ ഒരു പക്ഷെ കടൽ തീരത്ത് ചിലപ്പോൾ കരിങ്കല് വരാം. പക്ഷെ അവിടെ മല പോകുമ്പോൾ എന്ത് പോകും? ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ, അതോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവാൻ പലതും തന്നെയാണ്. നമ്മുടെ സമതലങ്ങളും കുന്നുകളും അല്ലെ, നല്ല കാടുകളും തീരപ്രദേശവും ഒക്കെ ഉള്ള ഒരു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന പ്രദേശമാണ് നമ്മള്. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം നാടും എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? കനത്ത മഴ വരാം, നല്ല ഇടിവെട്ടോടുള്ള വേറെ ഇത് വരാം, കാറ്റ് വരാം, എന്തും സംഭവിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള സ്ഥിതി വരുന്നത്. അപ്പൊ നമുക്കിനി നമ്മുടെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് പ്രകൃതിയെ കൂടി നോക്കിയിട്ട് നമുക്ക് വികസനത്തിന്റെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയൂ എന്നുള്ള പുതിയ സമവാക്യത്തിലേക്ക് നമ്മൾ വരേണ്ടതെന്നതാണ്. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വ്യാഴാഴ്ച തൃപ്രയാറിൽ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും SN ട്രസ്റ്റ് HSS നാട്ടിക സ്കൂളും ചേർന്ന് സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ ജില്ലയിലെ 15ഓളം ക്ലബ്ബുകളിൽ നിന്നായി 400-ൽ പരം താരങ്ങൾ മാറ്റുരയ്ക്കും. CC മുകുന്ദൻ MLA മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PN സുജിന്ത്, സെക്രട്ടറി PG ബബിൽനാഥ്, SN ട്രസ്റ്റ് HSS നാട്ടിക പ്രിൻസിപ്പാൾ GSB ജയാബിനി, രജിത്ത് എന്നിവർ പങ്കെടുത്തു.
ജില്ലാ ചാമ്പ്യൻഷിപ്പ് പ്രാവശ്യം ചരിത്രമാദ്യമായിട്ട് തൃപ്പയാർ വെച്ച് നടത്താൻ തീരുമാനിക്കുകയാണ്. അതിന് വേദി ഒരുക്കുന്നത് TSA സ്റ്റേഡിയമാണ്. ഈ ജില്ലാ ചാമ്പ്യൻഷിപ്പിൻ്റെ മുഖ്യ സംഘാടകരായിട്ട് വരുന്നത് SNRS സ്കൂളാണ്. പല കാറ്റഗറിയിലുമായിട്ട് 300 പേരോളം അടങ്ങുന്ന ഒരു ടീമാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. സ്കൂൾ തലത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അണിനിരത്തുന്നത് SNRS സ്കൂളാണ്. നമ്മുടെ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ റെസ്ലിംഗ് അസോസിയേഷനും അല്ലെങ്കിൽ ഈ ഗുസ്തി ചാമ്പ്യൻഷിപ്പൊന്നും ആയിട്ട് ബന്ധമുള്ള ഒരു മേഖലയായിരുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് അധികം ജോലി സാധ്യതകളും കാര്യങ്ങളും അവർക്ക് സ്പോർട്സ് കോട്ടയിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനും കാര്യങ്ങൾക്കുമായിട്ട് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കായിക ഇനമാണ് റെസ്ലിംഗ്. നമ്മുടെ മേഖലയിൽ ഈ സ്കൂളുകൾ തീരദേശ മേഖലയിൽ റെസ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെയധികം സ്കൂളുകളിൽ ടീമുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയൊരു ആശാവഹമായിട്ടുള്ളൊരു പുരോഗതിയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ചാമ്പ്യൻഷിപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ നടത്താനായിട്ട് ഞങ്ങൾ വിപുലമായൊരു സംഘാടന സമിതി കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുകയാണ് മതിലകം ചെമ്പൈപ്പാടത്തെ 30ഓളം കുടുംബങ്ങൾ. നവകേരള സദസ്സിൽ വരെ പരാതി നൽകിയിട്ടും ദുരിതക്കയത്തിൽ നിന്ന് ഇതുവരെയും മോചനമായില്ലെന്ന് പരാതി. മതിലകം പഞ്ചായത്തിലെ 9ാം വാർഡിൽ വരുന്ന ഈ പ്രദേശം 2 പതിറ്റാണ്ടിലേറെയായി രൂക്ഷമായ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. പെയ്ത്ത വെള്ളത്തോടൊപ്പം ദേശീയപാതയ്ക്കരികിലെ കാനയിലൂടെ ഒഴുകുന്ന മലിനജലവും ചെമ്പൈപ്പാടത്ത് വന്ന് കെട്ടി നിൽക്കുകയാണ്. ഈ മലിനജലം നീന്തിയാണ് പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും. മഴ പെയ്താൽ പല വീട്ടുകാരും ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറുകയാണിപ്പോൾ. കാരണവന്മാർ വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. നിരന്തരം പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായില്ല. ഒരിക്കൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴക്കിയതോടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഓടിയെത്തി പരിഹാരം ഉറപ്പ് നൽകിയതാണ്. പിന്നെ ഒന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതോടെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് ഇപ്പോൾ ഏതാണ്ട് 10-25 കൊല്ലമായിട്ടുണ്ടാവും. വെള്ളം ഒഴുകിപ്പോവാതെ നമ്മുടെ മലം പഞ്ചായത്ത് ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട്. MLA ടൈസൺ മാഷ്ക്ക് കൊടുത്തിട്ടുണ്ട്. ടൈസൺ മാഷ് ലെറ്റർ തന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ കൊടുത്ത് ബ്ലോക്കിലും പഞ്ചായത്തിലും അവർ പറയുന്നത് വെച്ചാൽ റോട്ടിലെ വീതി കൂട്ടണം. അതിന് വീതി കൂട്ടാൻ ഹൈവേ സമ്മതിക്കുന്നില്ല എന്നാണ്. 40 വീടോളം ഇവിടെ ഉണ്ട്. ഇലക്ഷൻ വരുമ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞ വർഷം 5 കൊല്ലം മുന്നേ ഞങ്ങളുടെ വോട്ട് ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ് കൂടെ ഫ്ലെക്സൊക്കെ വെച്ച് ഈ 5 കൊല്ലത്തിനുള്ളിൽ ഇതിലെല്ലാം വെള്ളക്കെട്ടിന് പരിഹാരം കാണിക്കുന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൊണ്ട് വോട്ട് ചെയ്തതിന് ശേഷം യാതൊരു സൊല്യൂഷനും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വെള്ളക്കെട്ട് അതേ പൂർവാധി ശക്തിയായിട്ട് തന്നെ. ഇപ്പോൾ റോട്ടിൽ ഹൈവേയിലൊരു കലുങ്കുണ്ട്. ആ കലുങ്ക് പണ്ട് ചെമ്പൈപ്പാടത്ത് നിന്ന് വെള്ളം പോകാൻ വേണ്ടി മാത്രമുള്ള കലുങ്കായിരുന്നു. ഇപ്പോൾ ആ കലുങ്ക് വഴി ചെമ്പൈപ്പാടത്തേക്കാണ് വെള്ളം വരുന്നത്. തോട് മാടിയിട്ടല്ല കാണ കെട്ടിയിട്ടുള്ളൂ. പറമ്പിൻ്റെ മേലെ കൂടി കാണ കെട്ടി പൊക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവർ ഞങ്ങളോട് പറയുന്നത് ഈ കാണയുടെ ഒപ്പം നിങ്ങൾ മണ്ണിടണം, അല്ലാണ്ട് നടക്കൂലെന്ന്. അത് മുതലാവണ കാര്യമാണ്. ഇത്ര അടി പൊക്കത്തിൽ കാണ കെട്ടിയിട്ട് അത്രയും ഞങ്ങൾ മണ്ണിടാന്ന് പറഞ്ഞാൽ. പ്രദേശത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്ന് എലിപ്പനി ബാധിച്ച് ഗൃഹനാഥൻ ആശുപത്രിയിലായതോടെ കടുത്ത രോഗഭീതിയിലാണ് ഇപ്പോൾ സ്ഥലവാസികൾ. കൊതുക് ശല്യവും രൂക്ഷമാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മലിനജലം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിരന്തരം ബോധവൽക്കരിക്കുന്നതിനിടയിലാണ് ചെമ്പൈപ്പാടത്തെ ഈ ദുരവസ്ഥ. ഇനിയെങ്കിലും അധികാരികൾ കഴിവ് കാട്ടണമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. 16 അടി നീളത്തിൽ 4 അടി വീതിയിൽ നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം ഒരു സാധാരണക്കാരന് പോലും ഒറ്റ നോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദുരന്തങ്ങളെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചുരൽമല വരെ 7 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിലുള്ളത്. 5 ദിവസം കൊണ്ടാണ് മിനിയേച്ചർ പൂർത്തീകരിച്ചത്.
സ്ക്വയർ പൈപ്പ്, പ്ലൈവുഡ്, ഫോറക്സ് ഷീറ്റ്, പോളിഫോം, യൂഫോം ഫൈബർ, അലങ്കാര ചെടികൾ, ചെറിയ കല്ലുകൾ, കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മാർഗം ഏതായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസമാഹരണമാണ് ലക്ഷ്യം. സുമനസ്സുകൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് പ്രതീക്ഷിക്കുന്നത്. സുരേഷിനൊപ്പം ക്യാമറാമാൻ സിംബാദും ഉണ്ടായിരുന്നു. ഏകദേശം 4 അടി വീതിയും 16 അടി നീളവുമുള്ള ഒരു ബേസ്മെൻറ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത്. 2 പ്ലൈവുഡിലാണ്, 8x4 പ്ലൈവുഡിൽ 16 അടിയോളം നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഏകദേശം ഒരു 5 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത്. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണിത്. പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. തൃപ്രയാർ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടിക ബീച്ച് റോഡ് നന്നാക്കി നാട്ടുകാർ. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരന്തരം പഞ്ചായത്തിനെതിരെ സമരം നടത്തിയിരുന്നു. എത്ര സമരം ചെയ്താലും നടപടിയില്ലാത്ത നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടേതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് നടത്തിയ സമരം ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നാട്ടിക ബീച്ച് റോഡ് നന്നാക്കി പ്രതിഷേധിച്ചതെന്ന് DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, P വിനു, AN സിദ്ധപ്രസാദ് എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നാട്ടികയിലെ പൊതുജനം തെരുവിൽ ഇറങ്ങേണ്ട ഗതികേട് വന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. SSF 31ാമത് തൃശൂർ ജില്ലാ സാഹിത്യോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രവർത്തക സമിതി അംഗം PA മുഹമ്മദ് ഹാജി പന്തൽ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. SYS സംസ്ഥാന ഡയറക്ടറേറ്റ് മെമ്പർ സിറാജുദ്ദീൻ സഖാഫി കൈപ്പമംഗലം, SMA ജില്ലാ ജനറൽ സെക്രട്ടറി PA ഗഫൂർ, SYS ജില്ലാ ജനറൽ സെക്രട്ടറി PA റഫീഖ്, SSF ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓഗസ്റ്റ് 9, 10, 11 തീയതികളിലായി 3 പീടികയിലാണ് ജില്ലാ സാഹിത്യോത്സവ് അരങ്ങേറുക. യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിൽ വിജയിച്ച 2000-ഓളം വിദ്യാർത്ഥികളാണ് ജില്ലാ സാഹിത്യോത്സവത്തിൽ മാറ്റുരയ്ക്കുക. 9 ഡിവിഷൻ ടീമുകളായി 150-ലധികം മത്സര ഇനങ്ങളാണ് വിവിധ വേദികളിൽ അരങ്ങേറുന്നത്. വെള്ളിയാഴ്ച ആത്മീയ സംഗമവും ശനി, ഞായർ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങളും പുസ്തകോത്സവവും നടക്കും. നമുക്കറിയാം, രാജ്യത്തിന് തെളിമയുള്ള നല്ല സാഹിത്യകാരന്മാരെ ആവശ്യമുള്ളൊരു കാലത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അരാജകത്വവും അപ്രകാരം തന്നെ അധാർമികതയും സാഹിത്യകാരന്മാരെ പടുക്കുഴിയിലേക്ക് തകർത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഈ അസുരകാലത്ത് നല്ല സാഹിത്യത്തിനെ സ്നേഹിക്കുന്ന, നല്ല സാഹിത്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തിന്, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് നല്ലതിനെ നൽകുക എന്ന ലക്ഷ്യത്തിലാണ്
സാഹിത്യോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. മതിലകം പള്ളി വളവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TS ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. KA സുധീർ, OA ജൻഡ്രിൻ, ES നിയാസ്, KK കൃഷ്ണൻകുട്ടി, AK ഭരതൻ, OA ഷെരീഫ, PA റാഫി, കിറ്റോ ജോസ്, PR രജനീഷ് എന്നിവർ സംസാരിച്ചു. ഒരു മാസം കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാലുള്ള ഒരു അവസ്ഥ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിലവിൽ കുടിവെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാകില്ല. ഉരുൾപൊട്ടലിന്റെ ദുരിതത്തിന്റെ ഭീതി എത്രയാണ് എന്ന്, ആ ഉരുൾപൊട്ടൽ ദുരിതം ഇപ്പോ ചാനൽ വഴിയൊക്കെ നേരിട്ട് അതിന്റെ ദുരിതം കാണുന്ന നമുക്കറിയാം അതിന്റെ ദുരിതത്തിന്റെ ആഴം എത്രയാണ് എന്ന്. അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഒരു സംഗതിയാണ് കുടിക്കാനും പാചകം ചെയ്യാനും നിത്യവൃത്തിക്ക് പ്രാഥമിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വെള്ളമില്ലാത്തൊരവസ്ഥയിലൂടെ ഒരു നാട് മുന്നോട്ട് പോവുകയാണ്. SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആര്യനന്ദയ്ക്ക് അനുമോദനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചാമക്കാല ചക്കുഞ്ഞി കോളനിയിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. ചാമക്കാല ചക്കുഞ്ഞി കോളനിയിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ അധ്യക്ഷനായി. ശിവൻ നെന്മണിക്കര ക്ലാസ് നയിച്ചു. SI ബിജു, SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ KS അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. കോടന്നൂർ പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഞായറാഴ്ച നടക്കും. ക്ഷേത്രം മേൽശാന്തി ഹരീഷ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്തണച്ച് നാട്. അവണിശ്ശേരി പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം രൂപ കൈമാറി. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വ്യാഴാഴ്ച തൃപ്രയാറിൽ തുടക്കമാകും. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുകയാണ് മതിലകം ചെമ്പൈപ്പാടത്തെ 30ഓളം കുടുംബങ്ങൾ. നവകേരള സദസ്സിൽ വരെ പരാതി നൽകിയിട്ടും ദുരിതക്കയത്തിൽ നിന്ന് ഇതുവരെയും മോചനമായില്ലെന്ന് പരാതി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.